ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. എനിക്ക് യാതൊരു വിധ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു 7 മണിയാവാറായി. ദെൻ അങ്ങനെ 7 മണി കണ്ട് നേരെ കുറച്ച് നേരം അങ്ങനെ കിടക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. ആ ഒരു ഉറക്കക്ഷീണമൊക്കെ മാറണ്ടേ. ദെൻ അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കൂടിപ്പോയി. അടുക്കളയിൽ എന്താണെന്ന് നോക്കാനാണ് പോയത്. ഓക്കെ, അപ്പോൾ അമ്മ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിൽ വിചാരിച്ച് ഉപ്പുമാവാണ്, ബട്ട് ഉപ്പുമാവല്ല ഗൈസ്. ഞാനിന്ന് പതിയെ പുറത്തോട്ടിറങ്ങി എൻ്റെ ജീവജാലങ്ങൾ, എൻ്റെ സ്വന്തം ജീവജാലങ്ങൾ എന്തെടുക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ റോളോ നേരത്തെ തന്നെ എണീറ്റ് അവൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റോളോൻ്റെ കൂടെ ഉള്ള കുറച്ച് നേരം സ്പെൻഡിങ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറച്ച് പേരെ കാണാൻ പോയി. ഇവരാണ് കുറച്ച് പേർ, 3 പേർ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ഡുണ്ടു, നടുക്കിരിക്കുന്നത് തുക്കുറുമണി, ഈ അറ്റത്തിരിക്കുന്നത് കുഞ്ഞുമണി. ഓക്കെ, 3 പേരും എൻ്റെ അച്ഛനെ കാത്തിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവര് രാവിലെ മീൻ കഴിക്കുന്ന കൂട്ടത്തിലാണ്. അച്ഛൻ വരൂലേ? അച്ഛൻ ഗുരുവായൂർ കോയക്കണവാ ബാ ബാടി പോണ്. ഗൈസ്, എൻ്റെ അച്ഛനെയും കാത്തുള്ള ഇപ്പാണിത്. ഗുരുവായൂർക്ക് പോയി കാണേണ്ട അച്ഛൻ ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഓക്കെ, ഇവരിങ്ങനെ കാത്തിരുന്ന് മുഷിയത്തേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പക്ഷെ രാവിലെ മീനൊക്കെ കഴിച്ചാണ് കേട്ടോ. ഇവിടെ മീനൊക്കെ എൻ്റെ അമ്മ കൊടുത്തതാണ്, പക്ഷെ മറന്നുപോയി. അച്ഛൻ കൊടുക്കാത്തത് കൊണ്ട് അച്ഛനെയും കാത്തിരിപ്പാണ്. അവളോട് പോയി കുഞ്ഞണിയേ. അങ്ങനെ ഞാൻ വിളിച്ചിട്ടൊന്നും അവർ വരുന്നില്ല. സോ അമ്മയോട് പോയി പറഞ്ഞപ്പോൾ അമ്മയുടെ 18ാമത്തെ അടവെടുക്കാൻ പോവുകയാണ് കേസ്. 18ആണോ? അതെ, അടവെടുക്കാൻ പോവുകയാണ് കേസ്. ഇതവരുടെ ഫുഡിൻ്റെ പാത്രമാണ്. ഇതിലാണ് എൻ്റെ അച്ഛൻ മീനൊക്കെ വേവിച്ച് അവർക്ക് കൊടുക്കാറ്. അപ്പോൾ ആ പാത്രം എടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അവർ വരുന്നതാണ് എൻ്റെ പറഞ്ഞത്. ഓക്കെ, ഒന്ന് നോക്കി നോക്കാം. അങ്ങനെ എൻ്റെ അമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിളിച്ചല്ലേ? പാത്രം കുത്തിയത് എല്ലാവരും എത്തി. ഓക്കെ, ഇനി അവർ ഓൾറെഡി മീൻ കഴിച്ചതാണ്. അമ്മ രാവിലെ തന്നെ കൊടുത്തതാണ്. പക്ഷേ അച്ഛൻ കൊടുക്കാത്തതുകൊണ്ട് അവർ മറന്നുപോയി. ഇനി ഞങ്ങൾ കഴിച്ചോ, അച്ഛനും കാത്തിരുന്നേക്കാം എന്നുള്ള രീതിയിലാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് അവരുടെ ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് തട്ടി എല്ലാവരും പിരിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡുണ്ടൂനെ അതൊന്നും പിടിച്ചിട്ടില്ല. ഡുണ്ടൂന് അച്ഛൻ തന്നെ വേണം. അച്ഛൻ ഇനിയിപ്പോൾ ഗുരുവായൂർ പോയിട്ട് ഉച്ചയൊക്കെ കഴിയുമ്പോൾ വരുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് കേസ്, ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. മീൻസ് വെള്ളമല്ല ആദ്യം കുടിക്കേണ്ടത്. ഞാൻ പോയി വെള്ളം കുറേ കുടിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗൈസ്, അമ്മ ഉപ്പുമാവല്ല ഉണ്ടാക്കിയത്, അമ്മ ദോശയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതേ ദോശ ഉണ്ടാക്കുന്നൊരു സീൻ നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒഴിക്കോട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയെടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. മസാല ദോശയാണ് അമ്മ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് മസാല ഉള്ളിൽ വെക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനതെടുത്ത് പുറത്തോട്ടിട്ടു. ഓക്കെ, ചമ്മന്തി ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് ചമ്മന്തി വരുന്നത് കേട്ടോ. പിന്നെ ചമ്മന്തി ക്ഷേമൊക്കെ കൂടെ പിടിപിടിച്ചു. തിന്നു കഴിഞ്ഞിട്ട് മതിയായിരുന്നു താഴെ.
അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ കുളിച്ചു റെഡി ആയിട്ടോ. എനിക്കിന്ന് ജോലിയുണ്ട്, അപ്പോൾ ജോലിക്ക് പോകാനാണ്. ഓക്കെ, റെഡിയായി കഴിഞ്ഞു. കുറച്ച് നേരം ഇന്ന് ഷോയൊക്കെ കാണിക്കും. ഓക്കെ, എന്നെ കൊണ്ട് നാക്കോട്ടോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഞങ്ങൾ പോയി ഓഫീസ് എത്താറായിട്ടുണ്ട്. നല്ല പൊരിഞ്ഞ വെയിലാണ്, കത്തിക്കരിഞ്ഞു എന്ന് പറയാം. എനിക്ക് അങ്ങനെ ഉള്ളത് സൺസ്ക്രീനൊക്കെ ഇടാൻ മറക്കാണ്ടിരിക്കട്ടോ കേസ്. ദെൻ ഓഫീസെത്തി. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയായിട്ടോ. അപ്പം എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യണം. ആർക്ക് വേണ്ടി? ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ മണപ്പുറത്ത് പോകാൻ പോവാണ് കേസ്. ആലുവ മണപ്പുറം എല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാ കൊല്ലം പോകുന്നതാണ്. അപ്പോൾ ഈ കൊല്ലം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും ഉണ്ട്. കാറിൽ വെച്ച് എനിക്ക് വൈകുന്നേരത്തെ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, മണപ്പുറത്ത് കുഞ്ഞിനെ തൊട്ട് പോകുന്നതാണ്. ഓക്കെ, ശിവരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ 1 മാസത്തേക്ക് ഒരു ഉത്സവം പോലെയൊക്കെയാണ്. ഓക്കെ, കുറേ കടകളും ഒക്കെ ഉണ്ടാവും. ഗൈസ്, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. കണ്ടോ, അവിടെ ഒരാൾ 16 എടുക്കുന്നുണ്ട്. ഗൈസ് 8 എടുക്കുകയാണ്. എന്താ എടുക്കുകയാണ്, എന്തോ ചെയ്യുന്നുണ്ട്. ോട്ട് കയറി ഒരു മാസ്ക് വെക്കേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ മറന്നുപോയി. പിന്നെ അമ്മയുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ണിക്കണ്ട പാത്രവും സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അവർക്കിതൊക്കെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതെ, എനിക്ക് തിന്നാനുള്ള സാധനം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഗൈസ്, അങ്ങനെ ഓരോ കടയിലായിട്ട് ഇങ്ങനെ കയറി നടക്കുകയാണ് ഞങ്ങൾ. ചട്ടിയും കമ്മലുകൾ കണ്ടു ഗൈസ്, കുറേ കമ്മലുണ്ട്. ഞാൻ നോക്കി, മേടിച്ചില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഞാൻ മേടിച്ചില്ല. ഇത് അവിടെ നിങ്ങൾ മരണക്കിണർ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ആഡ് ചെയ്യണ വേണ്ടി ഡൗട്ട് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ ആഡ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ച് പോകുന്ന വഴിക്ക് അമ്മേനെ അച്ഛനും ഡ്രോപ്പ് ചെയ്ത ശേഷം ഞങ്ങൾ ഒന്ന് ഫുഡ് അടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇന്ന് എൻ്റെ കിച്ചു എന്നാണ് എൻ്റെ പേര്. കിച്ചു അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മന്തി കഴിക്കാനുള്ള മന്തിക്കടയിൽ കയറി. ഓക്കെ, ഇത് എറണാകുളം എടപ്പള്ളി അവിടെ ഉള്ളൊരു സ്പെഷ്യൽ മന്തി കിട്ടുന്നൊരു സ്ഥലമാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ കഴിക്കുന്നത് സ്പൈസി മന്തിയാണ്. ഓക്കെ, അറേബ്യൻ പാലസ് എന്നാണ് കടയുടെ പേര്. ഓക്കെ, അപ്പോൾ അതേ എൻ്റെ ഹസ്ബൻഡ് അവന് ഹാപ്പി ബർത്ത്ഡേ മയോണൈസ് വെച്ച് അതിഗംഭീരമായി എഴുതി കൊടുത്തു ഗൈസ്. then അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും വീടെത്തി. അങ്ങനെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.